നിർബന്ധിത ബ്രഹ്മചര്യം സോമോദ്യഭാവങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ? ഈ ഒരു ചോദ്യം പലരും ചോദിക്കുന്നതാണ്. കൃത്യമായ ഒരു മറുപടി പറയാൻ പറ്റുമോ? 1668 മാർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ എഴുതിയ ഒരു കൽപ്പനയിൽ വിവാഹവും വൈദിക ശാസ്ത്രവും ഒരു ചരിത്ര തത്വചിന്താപരമായ അവലോകനമെന്ന് കാണുന്നു. 1668 ഫെബ്രുവരി 5 മാർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ കോട്ടയം വലിയ പള്ളിയിൽ നിന്നും പറവൂർ കണ്ടനാട് മുളന്തുരുത്തി പള്ളികൾക്ക് അയച്ച കൽപ്പനയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഇക്കാലം വരെയും കാനൂനുകൾക്കനുസരണമായി വിവാഹം ചെയ്യുവാൻ പട്ടക്കാരെ അനുവദിച്ചിരുന്നു. ഫ്രാങ്കായക്കാർ പട്ടക്കാരുടെ വിവാഹം നിരോധിച്ചിരിക്കുന്നു. അതിനാൽ പലരും വേശ്യാദോഷമെന്ന അശുദ്ധിയിൽ വീണുപോകുന്നു. ദൈവം നോഹിനെയും ഭാര്യയെയും പുത്രന്മാരെയും അവരുടെ ഭാര്യമാരെയും മാത്രം രക്ഷിച്ചുകൊണ്ട് ലോകത്തെ ജലപ്രളയത്തിൽ നിന്നും നശിപ്പിച്ചത് ഈ പാപനിമിത്തമായിരുന്നു. സോദോം ഗൊമേറ എന്ന പട്ടണങ്ങളുടെ മേൽ അഗ്നിയും ഗന്ധകവും വർഷിപ്പിച്ച് അവയെ നശിപ്പിച്ചതും ഈ പാപം ഹേതുവായിട്ടായിരുന്നു. അശുദ്ധ മനുഷ്യർ ഇപ്പോൾ പരിശുദ്ധ വിവാഹത്തെ ശപിക്കുകയും വ്യഭിചാരത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അതിനാൽ അവർക്ക് ദൈവശിക്ഷ ആസന്നമായിരിക്കുന്നു. വിവാഹം ശുദ്ധമുള്ളതും വിവാഹശയ്യ വെടുപ്പുള്ളതുമാണെന്നും വ്യഭിചാരികളെയും വേശ്യാദോഷികളെയും ദൈവം ന്യായം വിധിക്കുമെന്നും അറിയുവിൻ. സഭാചരിത്ര രേഖകൾ പേജ് 41-42 വരെ. 1668 ഫെബ്രുവരി 5 അന്ത്യോക്യൻ പാരമ്പര്യത്തിലെ ബിഷപ്പായ മാർ ഗ്രിഗോറിയസ് അബ്ദുൽ ജലീൽ കോട്ടയം വലിയ പള്ളിയിൽ നിന്ന് പറവൂർ കണ്ടനാട് മുളന്തുരുത്തി പള്ളികൾക്ക് അയച്ച കൽപ്പന കേരളത്തിലെ സഭാചരിത്രത്തിൽ അത്യന്തം പ്രാധാന്യമുള്ള ഒരു രേഖയാണ്. ഈ കൽപ്പന വൈദികരുടെ വിവാഹത്തെക്കുറിച്ചുള്ള പാരമ്പര്യ കാനൂൻ വ്യവസ്ഥകളെ സംരക്ഷിക്കുന്നതും അതിനെതിരെ ഉണ്ടായിരുന്ന വിദേശ ഫ്രാങ്കോ ലാറ്റിൻ സ്വാധീനങ്ങളെ വിമർശിക്കുന്നതുമാണ്. ചരിത്രപരമായ പശ്ചാത്തലം അത് പരിശോധിച്ചാൽ മനസ്സിലാക്കാം. 1653 കൂനൻകുരിശ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ കേരളത്തിലെ വിശ്വാസികൾ വലിയ മത സംഘടനാപരമായ സംഘർഷങ്ങൾ നേരിട്ടു. പോർച്ചുഗീസ് ലാറ്റിൻ മിഷണറിമാർ റോമൻ കത്തോലിക്ക ശാസനകൾ ശക്തമായി നടപ്പിലാക്കാൻ ശ്രമിച്ചു. അതിൽ പ്രധാനമായും വൈദികർക്കുള്ള നിർബന്ധിത ബ്രഹ്മചര്യവും ഉൾപ്പെടുന്നു. എന്നാൽ സുറിയാനി അന്ത്യോക്യൻ പാരമ്പര്യം അനുസരിച്ച് വൈദികർക്ക് വിവാഹം അനുവദനീയമായിരുന്നു. കൽപ്പനയിൽ വ്യക്തമാക്കുന്നത് ഇക്കാലം വരെയും കാനൂനുകൾക്കനുസരണമായി വൈദികർക്ക് വിവാഹം അനുവദിച്ചിരുന്നു എന്നതാണ്. ഇത് ആദിമസഭയുടെ പാരമ്പര്യവുമായി ഒത്തുപോകുന്നതാണ്. പുതിയ നിയമത്തിൽ പോലും വിവാഹിതരായ നേതാക്കളെ പരാമർശിക്കുന്നുണ്ട്. അതിനാൽ വിവാഹം ഒരു വിശുദ്ധവും അംഗീകരിക്കപ്പെട്ടതുമായ അവസ്ഥയാണെന്ന് ഈ കൽപ്പന ഉറപ്പിക്കുന്നു. വിവാഹം നിരോധിച്ചതിനാൽ പലരും അശുദ്ധ ജീവിതത്തിലേക്ക് വീഴുകയാണെന്ന് കൽപ്പന ശക്തമായി ചൂണ്ടിക്കാണിക്കുന്നു. ഇത് മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധമാണ്. നിയമാനുസൃതമായ വിവാഹബന്ധം ഇല്ലാതെയാകുമ്പോൾ അനാചാരങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. കൽപ്പനയിൽ നോഹയുടെ പ്രളയവും സോദോം ഗൊമേറയുടെ നാശവും ഉദാഹരണങ്ങളായി എടുത്തു കാട്ടുന്നു. ഈ സംഭവങ്ങൾ ദൈവവിധിയുടെ പ്രതീകങ്ങളാണ്. മനുഷ്യരുടെ അഴുക്കായ ജീവിതം സമൂഹത്തിന്റെ തന്നെ നാശത്തിലേക്ക് നയിക്കുന്നുവെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. വിവാഹം ശുദ്ധമുള്ളതും വിവാഹശയ്യ വെടുപ്പുള്ളതുമാണ് എന്ന വാക്കുകൾ ഈ കൽപ്പനയുടെ കേന്ദ്ര സന്ദേശമാണ്. വിവാഹം ഒരു സാമൂഹിക കരാറല്ല, മറിച്ച് ദൈവസ്ഥാപിതമായ വിശുദ്ധ ബന്ധമാണെന്ന് ഇതിലൂടെ വ്യക്തമാക്കുന്നു. അതിനെ നിന്ദിക്കുകയും വ്യഭിചാരത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ദൈവവിധിക്ക് വഴിയൊരുക്കുമെന്നതാണ് മുന്നറിയിപ്പ്. ഈ കൽപ്പന ഒരു നൈതിക ഉപദേശം മാത്രമല്ല, ഇത് സഭയുടെ സ്വത്വ സംരക്ഷണത്തിനുള്ള ഒരു പ്രഖ്യാപനമാണ്. വിദേശ സ്വാധീനങ്ങൾക്കെതിരെ പാരമ്പര്യ വിശ്വാസവും ആചാരവും സംരക്ഷിക്കാനുള്ള ശക്തമായ നിലപാടാണ് ഇത് പ്രകടിപ്പിക്കുന്നത്. 1668 ഈ കൽപ്പന വിവാഹത്തിന്റെ വിശുദ്ധയും സഭാശാസനത്തിന്റെ സമതുലിതത്വവും ഉറപ്പിക്കുന്ന ഒരു ചരിത്ര രേഖയാണ്. നിർബന്ധിതമായ ബ്രഹ്മചര്യത്തെ വിമർശിക്കുകയും കാനൂനികമായ വിവാഹ ജീവിതത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഈ സന്ദേശം ഇന്നും പ്രസക്തമാണ്. മനുഷ്യന്റെ ആത്മീയവും നൈതികവുമായ വളർച്ചയ്ക്ക് വിവാഹത്തിന്റെ സ്ഥാനം അനിവാര്യമാണെന്ന സത്യത്തെ ഇത് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു.